സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങളത് സമ്മതിക്കുന്നു. സൂക്ഷ്മത കുറവാണത്. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവരുമായി പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. കണ്ടോ, ആ സുന്നികളുടെ പ്രബോധന പ്രവർത്തനം കൊണ്ട് മുജാഹിദ് മൗലവി അത് തിരുത്താൻ തയ്യാറായി. ഞങ്ങളെ കയ്യിൽ പറ്റിയ അബദ്ധമാണ്, ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഓരോന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തിരുത്തിക്കും. സക്കരിയ തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഈ സത്യവും ഗർഭവും കുറെ കാലം മറച്ചേക്കാൻ കഴിയൂല. അതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനം അത് കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മുടിക്ക് ഷറഫുണ്ട്, മഹത്വമുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നിരവധി ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. മലപ്പുറത്തെ മുട്ടിപ്പടിയിൽ നടക്കുന്ന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത്, അതിനെ മുജാഹിദുകൾ വിമർശിക്കുകയാണ്. വിമർശിച്ച് തങ്ങളെ കൊച്ചാക്കുന്നു. ഇരിക്കട്ടെ, എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? അവിടെ പണം പിരിക്കുന്നുണ്ട്. പണം പിരിക്കുന്നത് കൊണ്ടാണ് അത്ര അത് വലിയ മോശമാകുന്നത്. മുട്ടിപ്പടി സ്വലാത്തിൽ 62 ക്യാഷ് കൗണ്ടറിൽ കൊണ്ടായിരുന്നു കഴിഞ്ഞ സ്വലാത്തിന് പണം പിരിച്ചിരുന്നത്. പച്ച നുണ പറയാ. മുജാഹിദ് ബാലുശ്ശേരിയുടെ സ്ഥിരം നുണകളിൽപ്പെട്ട നുണ നിങ്ങൾ കേട്ടോളൂ. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. ചങ്ങാതിമാരെ, ഇതാ ഇവർ, ഈ ആളുകൾ, ഈ വയൽ പറയുന്നവർ നിങ്ങളോട് പണം ചോദിച്ചിട്ടില്ല. നിങ്ങളാവട്ടെ അവരെ കല്ലെറിഞ്ഞു, കൂക്ക് വിളിച്ചു, നിങ്ങളാവട്ടെ അവരെ ബഹിഷ്കരിച്ചു, നിങ്ങളാവട്ടെ അവരെ തല്ലി ഓടിച്ചു, നിങ്ങളാവട്ടെ അവരുടെ മയ്യത്ത് പള്ളിക്കാട്ട് കെട്ടിയില്ല. എന്നാൽ നിങ്ങളുടെ കൂടെ എല്ലാത്തിന്റെ പേരിലും നിങ്ങളോട് 500 രൂപ വാങ്ങി, 1000 വാങ്ങി, നിങ്ങളുടെ സമ്പത്ത് നിന്ന് പിടിച്ചു. ഇല്ല. നാദാ, നീ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാദാ, ഈ ജനത അത് സ്വീകരിച്ചില്ല. അതേ, പ്രവാചകന്മാർ സത്യം പറഞ്ഞപ്പോ ആ നാട്ടിൽ ഒരു റീമാനുള്ള മനുഷ്യൻ പറഞ്ഞു, ചെങ്ങായിമാരെ, ഇവർ നിങ്ങളോട് ഒന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രതിഫലമാണ് ില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റിക്കൊണ്ടത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ, എന്താ 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. അയാൾ പോയി നോക്കിയ പോലെ അവിടെ സ്ഥിരമായി പോകുന്ന ആളുകളല്ലേ സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള എത്രയോ ആളുകൾ. ഈ പച്ച നുണ അയാൾ പറയാ. എന്നിട്ട് 1000ന്റെ നോട്ടുകൾ ചാക്കിൽ കെട്ടിയിട്ടേ കൊണ്ടുപോയിരുന്നത്. പടച്ചോനെ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കുപ്രസിദ്ധമായ നുണയാണ്. നുണക്കുള്ള ഗീബൽസിയൻ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് കൊടുക്കണം. ആ ജാതി നുണയാണ് ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞിട്ടുള്ളത്. വെറുതല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഭൂകമ്പം ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ ജാതി നുണയാണ് പറയുന്നത്. പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? ഞങ്ങളാരും പിരിക്കുന്നില്ല, ഞങ്ങൾ കാശ് ചോദിക്കുന്നില്ല, ഞങ്ങൾ പൈസ പിരിക്കുന്നില്ല, ഞങ്ങൾ വളരെ നല്ലവരാകുന്നു. ഇനി 62 ക്യാഷ് കൗണ്ടറിൽ പിരിച്ചിരുന്നു മുട്ടിപ്പടി സ്വലാത്ത്, അതുകൊണ്ടത് പാടില്ല എന്ന് പറയുന്ന ബാലുശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരിക്കാരൻ, അയാൾ അതേ പ്രസംഗത്തിൽ പറയുന്ന ഒരു പിരിവ് കേട്ടോളൂ നിങ്ങൾ. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് നമ്മളാരും അങ്ങനെ പറയാറില്ല. ഉണ്ടോ? ഇനി വലിയ സംഖ്യ തരാൻ കരുതുന്ന ആളുകൾ എന്റെ വിലാസം സ്വീകരിച്ച് ഞാനുമായി ഫോണിൽ ബന്ധപ്പെട്ട് എന്റെ പേരിൽ അയച്ചു തരണം. നോക്കുങ്ങള്, അയാളെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുന്നത് നോക്കണം. അയാൾ പറയട്ടെ, കേട്ടോളൂ. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കേട്ടില്ലേ? അപ്പൊ എന്റെ നമ്പർ വാങ്ങിയിട്ട് അത് വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക. ഇവരാന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പൈസ പിരിക്കുന്നില്ല. ഇവർക്ക് ഇത് പറയാൻ അർഹത ഉണ്ടോ?